എത്ര പെട്ടെന്ന് ദിവസമൊക്കെ പോകുന്നല്ലേ. നോമ്പ് തുടങ്ങിയതേ ഓർമ്മയുള്ളത് 20 ഇപ്പം. ഇനി ആകെ കയ്യിലുണ്ടാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളില്ലേ നോമ്പ് ലാസ്റ്റൊക്കെ ആകുമ്പം എപ്പോഴും എല്ലാവർക്കും ഒരു മടിയുമായിരിക്കും, കൺഫ്യൂഷനാവും. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സ്നാക്സും ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ഇനി ഉണ്ടാക്കാന്നുള്ള ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെയല്ലേ ഉണ്ടാവാം. അപ്പം ഞാനിന്ന് ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പോളൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുക്കണം. ബ്രെഡിന് പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല. നിങ്ങൾ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ബ്രെഡൊക്കെ എടുക്കുക. ഇനി നമുക്ക് എത്രയാണോ ബ്രെഡ് വേണ്ടത് അത് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് പാനിൽ വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇനി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 5 മുട്ടയ്ക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മധുരം വേണം, അത് നിങ്ങളനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ സ്നാക്സിന് ഈ മധുരമുള്ള സ്നാക്കിന് എന്തായാലും മധുരം ഉണ്ടെങ്കിലല്ലേ രസം ഉണ്ടാവുക. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് തന്നെ ഗീ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ബദാമും കാഷ്യൂ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തന്നെ എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇല്ലാണ്ട് ഇത് മുട്ടയിൽ മാത്രമാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പഴം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഞാനിപ്പോൾ പഴം ചേർക്കുന്നില്ല. നിങ്ങളിങ്ങനെ നട്ട്സ് ഇട്ടതിന് ശേഷം ഒരു പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ടൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫില്ലിങ്ങിനൊക്കെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ല രസമാവും. നമ്മൾ മുട്ട മാത്രമായിട്ട് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. പക്ഷേ ചിലർക്കൊക്കെ ഉന്നക്കായ്ക്കും അങ്ങനെയൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ തേങ്ങയല്ലേ യൂസാക്കുക മുട്ടനേക്കാളും. ഞാനിപ്പോൾ രണ്ടും കൂടിയിട്ട് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം തേങ്ങയും മുട്ടയും കൂടി എടുക്കുക. നിങ്ങൾക്ക് മുട്ട മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കുക, തേങ്ങ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. പക്ഷേ രണ്ടും കൂടി ചെയ്യുമ്പോൾ വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കതിലോട്ട് ഏലക്ക പൗഡർ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ മുട്ടയിൽ ചേർത്തുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. ഇവിടെ അത്രയ്ക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫില്ലിങ്ങിലും കുറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു എഗ്ഗിൻ്റെ മിക്സിലോട്ട് ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് മേൽപോട്ടാക്കിയിട്ട് തന്നെ പാനിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും ആ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഴം കൂടി ചേർത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയും ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ പിന്നെന്തോ ഇങ്ങനെ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾ പഴം ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ് ഇട്ടതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് പഴം കട്ടാക്കിയിട്ടും കൂടി ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഫില്ലിങ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മേലെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പാനിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഈ ഒരു ബ്രെഡൊക്കെ ആവശ്യം വരിക. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ചിട്ട് വളരെ സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് തീ. അതിൻ്റെ താഴത്ത് എന്തായാലും ഒരു പഴയ പാന് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എന്തായാലും കരിഞ്ഞു പോകും. കാരണം ബ്രെഡും മുട്ടയും അല്ലേ. അപ്പോൾ പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാന് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ഞാൻ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ തന്നെ നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിൽ ഗീ ബ്രഷ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച പോള ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാകും കേട്ടോ. അത് പക്ഷേ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളുടെ ഗ്യാസിൻ്റെ തീക്കൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അത് നോക്കുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. മുട്ടയൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. 5 അല്ലെങ്കിൽ 6 മുട്ടയോളം തന്നെ എടുക്കുക. എന്തായാലും മുട്ട കുറക്കണ്ട, കാരണം അത് ആ ഒരു ബ്രെഡിൽ നല്ലപോലെ കുതിർത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.